ഹായ് ഹലോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങളുടെ മലനാട് അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മലനാട് അമ്പലത്തിൽ 3 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. മേടം 1-നാണ് അവിടെ ഉത്സവമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അമ്മ രാവിലെ പാചകമൊക്കെ ചെയ്യാനായിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് കറികളൊക്കെ തലേ ദിവസമേ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പച്ചടി, കിച്ചടി, ഇഞ്ചി, അച്ചാർ അതെല്ലാം നമ്മൾ തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തേക്കുള്ള കറികളൊക്കെ ഉള്ളതെല്ലാം അരിഞ്ഞും വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കി തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയാണെങ്കിൽ തേങ്ങയെല്ലാം തിരുമ്മി തന്ന് പിന്നെ നമ്മളതെല്ലാം അരച്ച് പിന്നെ കറികളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വിരുന്നുകാരായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളയും നാത്തൂനും കുഞ്ഞും ഉള്ളായിരുന്നു. പിന്നെ നാത്തൂൻ്റെ കുഞ്ഞമ്മയുടെ മോളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ ഉച്ചയൊക്കെ ആവുന്നതിന് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു, നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ റാണിയാണെങ്കിൽ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ നിന്നാണെങ്കിൽ താലപ്പൊലിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ട ഡ്രസ്സൊക്കെ അവർ തേക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവർ വന്നപ്പോഴത്തേക്ക് നമ്മൾ ചൂടൊക്കെ അല്ല, നമ്മൾ തണുത്ത വെള്ളമൊക്കെ എല്ലാം റെഡിയാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ സദ്യയൊക്കെ കഴിച്ച് അവർക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കാനിരുന്നത് കേട്ടോ. അങ്ങനെ ഫുഡടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ക്ഷീണമായിരുന്നു. പിന്നെ ചൂടും പുറത്തോട്ടൊന്നും ഇറങ്ങാനും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം അങ്ങനെയൊക്കെ പോയി കേട്ടോ. പിന്നെ റാണിയൊക്കെ താലപ്പൊലിക്ക് പോകാനായിട്ട് എല്ലാം റെഡിയൊക്കെ ആയി. പിന്നെ നാത്തൂനാണ് അവർക്ക് പൂവൊക്കെ വെച്ച് കൊടുത്തത് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഞാനിവിടെ വന്ന് ഈ ഉത്സവമൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാനും താലപ്പൊലിയൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാത്തത്. ഞാൻ ഡ്രസ്സൊക്കെ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു താലപ്പൊലി എടുക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചു റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഘോഷയാത്രയ്ക്കൊക്കെ പോകാനായിട്ട്. അവരുടെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒരു ഫ്ലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ DJ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ അയാൾ അതിൻ്റെ കൂടെ ഡാൻസൊക്കെ കളിക്കാനാണെന്നും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയത്. പിന്നെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് പിന്നെ അനൗൺസ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഘോഷയാത്രയൊക്കെ പുറപ്പെടാൻ താലപ്പൊലിയൊക്കെ ഉണ്ട്, അതൊക്കെ പുറപ്പെടാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളും എല്ലാവരും കൂടെ താഴെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോയി കേട്ടോ. അപ്പം അവിടെ പോകുന്ന വഴിയിലെല്ലാം ഈ താലപ്പൊലിക്കകത്തുള്ള എനിക്കിതിൻ്റെ പേരറിയത്തില്ല, ആ ഘോഷയാത്രയിലുള്ള ഒരുങ്ങിയ ആൾക്കാരൊക്കെ അവിടെ വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്ന് ഇപ്പോൾ റാണിക്കാണെങ്കിൽ പോയി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം താലപ്പൊലി വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറിയാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ചെന്ന് അവിടുത്തെ താലപ്പൊലിയൊക്കെ വന്ന് പിന്നെ റാണി അതിൻ്റെ കൂടെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൂക്കാവടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് മലനാട് അമ്പലമായതുകൊണ്ട് ഇവിടുന്ന് കൊടിയാണ് കൊണ്ടുപോകുന്നത് താലപ്പൊലിക്കായിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ പോകുന്നതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 10 മണിയൊക്കെ 10 ഒരു 9-10 ആയി താലപ്പൊലി തിരിച്ച് അമ്പലത്തിൽ എത്താറായപ്പോഴത്തേക്ക്. അപ്പോൾ ആ സമയം ആയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായിട്ട് പിന്നെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് താലപ്പൊലിയൊക്കെ എത്തിയത്. അങ്ങനെ താലപ്പൊലിയൊക്കെ അമ്പലത്തിൽ വന്നതിന് ശേഷം പിന്നെ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് പിന്നെ ആണെങ്കിൽ ഈ പടക്കമൊക്കെ ഉണ്ടായിരുന്നു, പൂത്തിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അമ്പാടിക്കണ്ണന് പൂത്തിരിയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൊച്ചു കാളകളുണ്ടായിരുന്നു, രണ്ട് കുഞ്ഞു കാളകളുണ്ടായിരുന്നു. പിന്നെ തേരുണ്ടായിരുന്നു, പിന്നെ ഒരു ഫ്ലോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉത്സവമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് ഉത്സവമൊക്കെ കണ്ട് പിന്നെ ഈ പൂക്കാവടിയുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ടൊക്കെ ഇട്ടിട്ട് അവർ ഡാൻസൊക്കെ കളിക്കുന്നത് അത് കാണാൻ സൂപ്പറായിരുന്നു. അതിനകത്തുള്ള കളർ പേപ്പറൊക്കെ നിറച്ചിട്ട് അവർ ആ ഡാൻസ് കളിക്കുമ്പോൾ അതിൻ്റെ പേപ്പറിൽ വീഴത്തില്ല, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.